പിന്നെ വി ഡി സതീശൻ തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ഫാസിസ്റ്റ് സർക്കാരല്ല, ജനാധിപത്യ സർക്കാരാണ്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അവർ പല നേതാക്കന്മാരും പലപ്പോഴും പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. എന്നാൽ LDFിലോ അല്ലെങ്കിൽ CPMലോ BJPയിലോ കാണുന്നത് പോലെ നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ഉത്തരവിട്ടാൽ അത് ഏതെങ്കിലും മാഫിയയുടെ തീരുമാനങ്ങളാണെങ്കിൽ പോലും അത് ന്യായീകരിക്കേണ്ട ഗതികേടാണ് BJPയുടെയും തിരുത്തുണ്ട്. അല്ലല്ല, ഈ മദ്യനയത്തിന്റെ കാര്യം വരികയാണെങ്കിൽ പോലും, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും CPMന് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറഞ്ഞുവല്ലോ, ബക്കാഡി കമ്പനി ആദ്യം കത്ത് കൊടുത്തത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനായിരുന്നു. അപ്പോൾ അതിനുശേഷം ശരവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നയം തന്നെ രൂപീകരിക്കുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം 0.5 മുതൽ 10% വരെയും 10% മുതൽ 20% വരെയും ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള അങ്ങനെ ക്ലാസിഫിക്കേഷൻ വരെ വരുത്തിയതാണ്. പക്ഷേ അവിടെ ഒരു കൂട്ടായ തീരുമാനം വന്നില്ല, അത് നടപ്പാക്കുകയും ചെയ്തില്ല. അപ്പോൾ LDFിൽ ഒരു അഭിപ്രായ സമന്വയം അക്കാര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ വിൽപ്പന നടക്കാതെ പോയതും. നികുതി ഘടനയും നിശ്ചയിച്ചില്ല. ഈ നികുതി ഘടനയുടെ കാര്യത്തിലും ഇതേ രീതിയിലുള്ള നികുതിയാണ് അവിടെയും നിശ്ചയിക്കാനിരുന്നത്. അന്നത്തെ കാലത്തും 251% അല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അതേ നികുതി അല്ല നിശ്ചയിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നടപ്പായില്ല. അത് നടപ്പാകാത്തതിന് കാരണം LDFിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്. അവിടെ എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നടപ്പായില്ല. അപ്പോൾ അവിടെയും ജനാധിപത്യ സ്വഭാവം തന്നെ ഉണ്ടായി. എതിർപ്പ് വന്നതുകൊണ്ട് തീരുമാനം മാറ്റിവെച്ചു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ചർച്ചയും ഉണ്ടായില്ല. മന്ത്രി അറിഞ്ഞില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, UDFിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ VM സുധീരൻ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയത്. നികുതി ഘടന നിശ്ചയിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ പറഞ്ഞു മറ്റ് മുന്നണികളിൽ ഏത് രീതിയിലാണ് ഒരാൾ തീരുമാനിക്കും അത് നടപ്പാക്കുമെന്ന്. പക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചത് വ്യത്യസ്തമാണ് കേട്ടോ. ഒരാൾ തീരുമാനിച്ചത് എവിടെയാണ്? ഈ UDF സർക്കാരിന്റെ കാലത്താണ്. ഞാൻ പറയട്ടെ മഞ്ജുഷ, മുഴുവനായി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഈ ബക്കാഡി കമ്പനി 3 തവണ LDFിൻ്റെ സർക്കാർ കത്തെഴുതുന്നുണ്ട്. ആ 3ാമത്തെ തവണ കത്തെഴുതുമ്പോൾ MV ഗോവിന്ദൻ അവിടെ ഇത് ഇങ്ങനെ ഒരു പുതിയ കാറ്റഗറി രൂപീകരിക്കുന്നുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, അതായത് ആർക്കും സംശയം വരാത്ത രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, നേരത്തെ സംശയമുണ്ട്, അതുകൊണ്ടാണല്ലോ VM സുധീരൻ രംഗത്തെത്തിയത്.